കലാരംഗത്ത് വന്നിട്ട് ഒരു 30 വർഷം ആവും. ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. അത് ശരിക്കും കോളേജിൽ പഠിക്കുന്ന സമയം. എന്നും എന്തെങ്കിലും ചെറിയൊരു വർക്ക് കാണും. ചിലപ്പോൾ ഗ്രൂപ്പ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ട്രാക്ക് പാടാനായിരിക്കും. അപ്പൊ രാവിലെ സ്റ്റുഡിയോയിൽ നിന്ന് ജെയിംസ് എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ചു. സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്. പുള്ളി വിളിച്ചു, ഒരു വർക്കുണ്ട്, വന്നൊന്ന് വേഗം പാടിയിട്ട് പോവാം, 4 വരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു ഇതിലോട്ടാണ്, ഒരു സർവമംഗള മംഗല്യ എന്ന് പറയുന്ന ഒരു വലിയ ശ്ലോകമാണ് ഞാൻ പാടാൻ പോകുന്നതെന്ന് ഞാൻ അപ്പോഴും അറിഞ്ഞില്ല. പാടി ആർക്കെങ്കിലും, അന്ന് കാസറ്റാണ്, അപ്പം കാസറ്റിന് വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാടി. ഞാൻ പിന്നെ എൻ്റെ കോളേജ് കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങ് പോയി. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് ആറ്റുകാൽ ദേവി ട്രസ്റ്റുകാർ ചെയ്തതാണ്. അവിടെ അമ്പലത്തില് ദേവിയുടെ നടയില് പ്ലേ ചെയ്യാൻ വേണ്ടി അവരെടുത്തതാണെന്നൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് തൊഴുതപ്പോഴേക്കാണ് എനിക്ക് ആ നടയിൽ നിൽക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കണ്ട, ശരിക്കും അത് കേട്ട് ഞാൻ നിന്നു പോയിട്ടുണ്ട്, കണ്ണു നിറഞ്ഞിട്ട്. ദേവിയുടെ നടയിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 22 വർഷമാവും ഞാനത് പാടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം വന്നതും ആറ്റുകാൽ അടുത്തുനിന്നാണ്. കാലടിയാണ് ചേട്ടന്റെ വീട്. സുധീരൻ എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ കല്യാണ ആലോചന വന്നപ്പോഴും അവർക്കും ഒന്നും അറിയില്ല ഞാനാണ് പാടിയതെന്ന്. ശരിക്കും ആർക്കും അറിയില്ല, എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനാണ് പാടിയതെന്ന്. എന്റെ ടീച്ചേഴ്സ് ആരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ പാട്ടാണ് അവിടെ നടയിലുള്ളത് എന്നൊന്നും. പിന്നെ ഈ ഇടയ്ക്കാണ് എല്ലാവരും അറിഞ്ഞതും. പിന്നെ ഒത്തിരി പേരെന്നെ വിളിച്ചു ചോദിച്ചു. എനിക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാർ വരെയും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പാടിയത് നീയാണോ. അപ്പൊ അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാവരും ആറ്റുകാൽ ഭക്തരാണ്. ഹസ്ബൻഡിന്റെ അച്ഛനും ഹസ്ബൻഡും ഒക്കെ എന്നും രാവിലെയും വൈകുന്നേരം പോയി തൊഴുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് ശ്ലോകം കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഒന്നും മനസ്സിൽ ഞാനാണ് പാടിയതെന്നൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ കുടുംബത്തില് ഉണ്ട് എന്നുള്ളതും ഒക്കെ ഇത് ശരിക്കും എല്ലാരും അറിഞ്ഞപ്പോ, ഞാൻ പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ് ശരിക്കും കുറച്ചു നാളിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് എന്റെ ശബ്ദമാണ് അവിടെ ദേവിയുടെ നടയിലുള്ളത് എന്ന്. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതിന്റെ ഒരു വില ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയണത് കല്യാണം കഴിഞ്ഞ് ആറ്റുകാലിൽ പോയി താമസിച്ച് അമ്പലത്തില് എന്നും വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയപ്പോഴാണ്. അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം. അപ്പൊ എടുത്തു പറയാനൊരു അനുഭവം എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, കുറച്ച് അസുഖങ്ങള് കാര്യങ്ങള്. അതിനെല്ലാം ശരിക്കും ദേവി തന്നെയാണ് എനിക്ക്, ആരും വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ശക്തിയും ആ പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ. ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ. ആറ്റുകാലംബികാം ദേവി ശരണമഹം പ്രപദ്യേ. അമ്പലത്തിൽ പോയി തൊഴുത് നിൽക്കുമ്പോഴേക്കും ആ പാട്ട് കേട്ട് നിൽക്കും എന്നുള്ളതല്ലാതെ അതിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നും. എന്റെ ശബ്ദം ദേവി കേൾക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അവിടെ ചെന്ന് തൊഴുത് നിൽക്കും. പിന്നെ പൊങ്കാല ഇടാനുള്ള ഭാഗ്യവും ശരിക്കും പറഞ്ഞ ആനാടാണ് കുടുംബ വീടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് ബസ്സിലൊക്കെ കയറി അങ്ങനെ വന്ന് പൊങ്കാല ഇട്ട കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സമയത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. തിരിച്ചു പോണ സമയത്തും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബസ്സിൽ കയറിയും ഇതെല്ലാം കൊണ്ടെത്തിക്കണം എന്നുള്ളത്, അമ്മയുടെയൊക്കെ കൂടെ കുറെ ദൂരം നടന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു പാടാനുള്ളതല്ലേ, അപ്പൊ ശബ്ദമൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ, ഇങ്ങനെ വെയില് കൊണ്ട് ഇങ്ങനെ വേർത്ത് നടക്കാമോ, നാളെ പാടണ്ടേ മറ്റന്നാൾ പാടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പൊ വിചാരിക്കുമായിരുന്നു അടുത്ത വർഷം പക്ഷെ എനിക്ക് പോണം, പൊങ്കാലയ്ക്ക് എന്തായാലും പോണം എന്ന് മനസ്സിൽ തോന്നുമായിരുന്നു. അങ്ങനെ മുടങ്ങാതെ ശരിക്കും പറഞ്ഞാൽ 1-2 തവണ ഇട്ടിട്ടുള്ളൂ. 2 തവണ അടുപ്പിച്ചിട്ടു. 3-മത്തെ തവണ പക്ഷെ ഞാൻ ഇട്ടത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അവിടെ ആറ്റുകാൽ അടുത്തായത് കാരണം ഹസ്ബൻഡിന്റെ വീട്ടിലും ഉണ്ട് പൊങ്കാല. അപ്പൊ അവിടെ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എല്ലാവരും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ, നിന്റെ ആഗ്രഹം പോലെ എല്ലാ തവണയും പൊങ്കാല ഇടാൻ വേണ്ടി ദേവി അടുത്ത് തന്നെ കൊണ്ടുവന്നല്ലോ എന്ന്. ഞാനിപ്പോ 3 സിനിമകളിൽ പാടിയിട്ടുണ്ട്. 2 റിലീസായി. ആദ്യത്തത് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ ആർ ശ്രീനിവാസന്റെ ഫിലിം. അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പായിപ്പാട് രാജു സാറായിരുന്നു എൻ്റെ സംഗീതം. രചന ഒരു പാട്ട് കൃഷ്ണമൂർത്തി, ഒരു പാട്ട് കൂവളശ്ശേരി രാജ്മോഹൻ കൂവളശ്ശേരി ചേട്ടൻ. അപ്പോ അത് കഴിഞ്ഞിട്ട് ആർ ശ്രീനിവാസന്റെ തന്നെ അടുത്ത സിനിമയായ മാടനില് എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിൽ 4 പാട്ട് എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റി. ഒരു പാട്ട് അതിന് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് റിലീസായ ഒരു ശ്രീലങ്കൻ സുന്ദരി എന്ന് പറഞ്ഞ ഫിലിമില് അതിന് 4 പാട്ട്.